ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ലൈൻ ഇൻ്റഗ്രൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു നമ്മൾ റീമാൻ സമ്മ്, റീമാൻ ഇൻ്റഗ്രൽ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്തതിന് ശേഷം നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സപ്പോസ് C is a curve parameterized by the curve x is equal to f of t, y equal to g of t, a less than or equal to t less than or equal to b, and capital A and capital B are the points f of a, g of a, and f of b, g of b respectively. Okay, അപ്പോൾ നമ്മളൊരു കേവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്തു. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി. അവിടുത്തെ പാരാമീറ്റർ എന്താണ്? ടി എന്ന പാരാമീറ്റർ. അത് വേരി ചെയ്യുന്നത് ഒരു ഇൻ്റർവെൽ എ ബിയുടെ ഉള്ളിലാണ്. Then f of a, g of a and f of b, g of a are the initial and terminal points. അതായത് നമ്മൾ ഈ ഇതിൽ എ കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ എ കൊടുക്കുന്ന പോയിന്റ്സ് ആണ് എഫ് ഓഫ് എ, ജി ഓഫ് എ, ബി കൊടുക്കുന്ന പോയിന്റ് ആണ് എഫ് ഓഫ് ബി, ജി ഓഫ് ബി. Then we say that first one, the curve C is a smooth curve. ഈ curve smooth curve ആകണമെങ്കിൽ if f dash and g dash are continuous on the closed interval a b and not simultaneously zero on the open interval a b. Okay, അപ്പോൾ ഈ കേവ് സി എന്ന കേവ് സ്മൂത്ത് കേവ് ആണെങ്കിൽ എഫ് ഡാഷും ജി ഡാഷും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ. അത് സീറോ ആകാൻ പാടില്ല. അത് എഫ് ഡാഷും ജി ഡാഷും സീറോ വരാൻ പാടില്ല ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ. ഓക്കെ, സെക്കൻഡ് വൺ, സി ഈസ് പീസ് വൈസ് സ്മൂത്ത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സ്മൂത്ത് കേവ് പറഞ്ഞാൽ ആ കേവ് കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിരിക്കണം. പീസ് വൈസ് സ്മൂത്ത് പറഞ്ഞാൽ നമ്മൾ ആ കേവിനെ നമ്മൾ കട്ട് ചെയ്ത് സ്മൂത്ത് ആക്കി മാറ്റുക. That is, if it is consist of a finite number of smooth curves, that is C1, C2, etc. Cn, joined n to n, that is C equal to C1 union C2 union etc. union Cn. അതിൽ ഓരോന്നും എന്തായിരിക്കണം? സ്മൂത്ത് കേവ് ആയിരിക്കണം. ഓരോന്നും സ്മൂത്ത് കേവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഉണ്ടായിരിക്കണം, എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ തേർഡ് വൺ, C is a closed curve if A equal to B. എയും ബിയും ഈക്വൽ ആണ്. എയും ബിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് കർവ് എന്ന് വിളിക്കും. ദെൻ ഫോർത്ത് വൺ, സി ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആകണമെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്, അപ്പോഴാണല്ലോ ക്ലോസ്ഡ് ആവുക. ഇനി സിമ്പിൾ ആകണമെങ്കിൽ ദ കർവ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ്. അത് അതിനെ തന്നെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അതിനാണ് നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് വിളിക്കുക. ദെൻ നെക്സ്റ്റ്, if C is not closed curve, then a positive direction of C is the direction corresponding to increasing value of t. The same terminology carries over in a natural manner to curve in space. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ സ്മൂത്ത് കർവ് ആണ് ഈ രൂപത്തിലായിരിക്കും. അതായത് കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അതിൽ തന്നെ ഇവിടെ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സീറോ വരാൻ പാടില്ല. ഇതെന്താണ്? പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്. ഈ കർവിൻ്റെ ഇവിടെയും ഇവിടെ എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല, സീറോ ആയിട്ട് മാറും. സോ എ മുതൽ ഇവിടെ വരെ ഉള്ള പോയിന്റ് C1 എന്ന കേവും C2 എന്ന കേവും C3 എന്ന കേവാണ് നമ്മളുടെ. സി എന്ന് പറഞ്ഞാൽ C1 യൂണിയൻ C2 യൂണിയൻ C3 ആണ്. എന്താണ്? പീസ് വൈസ് സ്മൂത്ത് കേവ് ആണ്. ഇതെന്താണ്? ക്ലോസ്ഡ് കേവ് ആണ്. പക്ഷെ സിമ്പിൾ അല്ല. കാരണം എന്താ? ഇത് അതിനെ തന്നെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ക്ലോസ്ഡ് കേവ് ആണ്. ക്ലോസ്ഡ് കേവ് ആണെങ്കിൽ എയും ബിയും ഈക്വൽ വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതിന് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആണ്. അത് തുടങ്ങുന്ന പോയിന്റ് അവസാനിക്കുന്ന പോയിന്റും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് അതിനെ തന്നെ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അത് സിമ്പിൾ അല്ല. ഇതെന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കേവ് ആണ്. Okay, the next ഒരു എക്സാമ്പിൾ ആണ്. A curve C is defined by x is equal to f of t, y equal to g of t, z equal to h of t. ഇതെന്താണ്? നമ്മുടെ സ്പേസിലുള്ളതാണ്. ഇവിടെ a less than or equal to t less than or equal to b ആണ്. ഈ സ്മൂത്ത് if f dash and g dash and h dash are continuous on closed interval a b and not simultaneously zero on open interval a b. അപ്പോൾ സ്പേസിൽ ഒരു കർവ് സ്മൂത്ത് ആവാനുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റീമാൻ ഇൻറ്റഗ്രൽ അല്ലെ, റീമാൻ സം ഒക്കെ വെച്ചിട്ട്. സോ അതിലേക്ക് നമ്മൾ പോവാണ്. ബിഫോർ ഡിഫൈനിങ് ഇൻറ്റഗ്രേറ്റിംഗ് അലോങ് എ കർവ്, ലെറ്റ് us റിവ്യൂ ദ 5 steps ലീഡിങ് ടു ദി ഡെഫിനിഷൻ ഓഫ് ദി ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. നമുക്കറിയാവുന്ന 5 steps ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ കർവ് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടീഷൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിനെ ഓരോ റെക്റ്റാങ്കിളാക്കി മാറ്റണം. അങ്ങനെയൊക്കെ ആ സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീമാൻ സമ്മിൽ ഉപയോഗിച്ചിട്ടുള്ളത്. That is first one, let y equal to f of x be defined on a closed interval closed a b. ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ ഉള്ളിൽ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ പാർട്ടീഷൻ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് എ ബി ഇൻ ടു എൻ സബ് ഇൻ്റർവൽസ്. ദറ്റ് ഈസ് എക്സ് കെ മൈനസ് 1 എക്സ് കെ ഓഫ് ലെങ്ത് ഡെൽറ്റ എക്സ് കെ. ഡെൽറ്റ എക്സ് കാരണം എന്താണ്? ആ ഇൻ്റർവൽ ലെങ്ത്. ദറ്റ് ഈസ് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ആണ് വരിക. ലെറ്റ് പി ഡിനോട്ട് ദി പാർട്ടീഷൻ ഓഫ് ദി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻ്റർവൽ എ ബി നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. ലെങ്ത് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 ആണ് രീതിക്കുള്ളത്. പാർട്ടീഷൻ ഏത് രൂപത്തിലായിരിക്കണം? ഇനീഷ്യൽ പോയിന്റ് എ വരണം. ദറ്റ് ഈസ് എ ഈക്വൽ ടു എക്സ് നോട്ട്. അതിനേക്കാളും വലുതായിരിക്കണം x1, അതിനേക്കാളും വലുതായിരിക്കണം x2 എക്സെട്ര ലെസ് ദാൻ xn ഈക്വൽ ടു
ബി വരണം. ഈ രൂപത്തിലായിരിക്കണം പാർട്ടീഷൻ വരേണ്ടത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ലെറ്റ് നോം പി ബി ദി ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ഇൻട്രവൽ. ഏറ്റവും വലിയ സബ് ഇൻട്രവലിന്റെ ലെങ്ത് ആണ് നോം പി എന്ന് പറഞ്ഞാൽ ദ നമ്പർ നോം പി ഇസ് കാൾഡ് ദി നോം ഓഫ് ദാറ്റ് പാർട്ടീഷൻ പി. ഓക്കെ, ആ പാർട്ടീഷൻ പിയുടെ നോം ആണ് എന്ത്, നോം പി എന്ന് പറഞ്ഞാൽ. ചൂസ് എ സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ ഇൻ ഈച്ച് സബ് ഇൻട്രവൽ എക്സ് കെ മൈനസ് വൺ എക്സ് കെ. നമ്മൾ ഓരോ സബ് ഇൻട്രവലിൽ നിന്ന് ഒരു സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ നമ്മൾ ചൂസ് ചെയ്തു. ഫോം ദ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ. ഈ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഡെൽറ്റ, ഈ എഫ് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ എന്ത് വരിക, ആ ഇൻട്രോൻ്റെ ഹൈറ്റ് ആണ് വരിക. ഡെൽറ്റ എക്സ് കെ എന്നാണ് അതിൻ്റെ വിഡ്ത്ത് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഒരു റെക്റ്റാങ്കിൾ രൂപത്തിലായിരിക്കും ഈ എഫ് ഓഫ് എക്സ് കെ ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ആയിട്ട് കിട്ടും. അതിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ആ ഗ്രാഫിന് താഴേക്കുള്ള ആ റെക്റ്റാങ്കിൾസിന് എല്ലാത്തിൻ്റെ കൂടി ഏരിയൻ്റെ സമ്മാണ് വരിക. The definite integral of the function of a single variable is given by the limit of that sum. That is integral a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ ആണ് വരിക. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. അങ്ങനെ എല്ലാ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ സം ചെയ്തു. അതിന് നമ്മൾ നോം പി ടെൻഡിങ് ടു 0 കൊടുക്കാൻ കാരണം എന്താണ്, നമ്മൾ ആ ഇൻട്രോൻ്റെ ലെങ്ത് നമ്മൾ ചെറുതാക്കിക്കൊണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കേവിന് താഴേക്കുള്ള എല്ലാ ഏരിയയും കറക്റ്റ് കിട്ടും, എറേഴ്സ് കുറക്കാൻ പറ്റും. അതാണ് നോം പി ടെൻഡിങ് ടു 0. അങ്ങനെ നമ്മൾ നോം പി ടെൻഡിങ് ടു 0 ഈ റീമാൻ സമ്മിൽ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, റീമാൻ ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറും. ഓക്കെ, ദ നെക്സ്റ്റ് ലൈൻ ഇൻറ്റഗ്രൽസ് ഇൻ ദി പ്ലെയിൻ. പ്ലെയിനിലുള്ള ലൈൻ ഇൻറ്റഗ്രൽ ഏത് രൂപത്തിലായിരിക്കും. ദ ഫോളോവിങ് അനലോഗസ് 5 steps leads to the definition of 3 line integrals in the plane. That is, let z equal to g of xy be defined in some region that contains the smooth curve c defined by x is equal to f of t, y equal to g of t, where a less than or equal to t less than or equal to b ആയിരിക്കണം. Then divide c into n sub arc. നമ്മൾ എന്താ ഇവിടെ നമ്മൾ പ്ലെയിനിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സബ് ആർക്ക് ആക്കി എന്ത് മാറ്റുക, സി നമ്മൾ ഡിഫൈൻ ചെയ്യുക ഓഫ് ലെങ്ത് ഡെൽറ്റ എസ് കെ. Okay, according to the partition A equal to x naught less than x1 less than etc less than xn equal to b of closed interval AB. Let the projection of each sub arc onto the xy plane have the length delta xk and delta yk respectively ആയിരിക്കും അല്ലേ. let be the norm of the partition or the length of the longest sub arc ആയിട്ട് നമ്മൾ എന്തെടുത്തു, നോം പി ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, നോം പി ഇവിടെ ലെറ്റ് നോം പി എന്നുണ്ട്, ഇവിടെ നോം പി നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ലെറ്റ് നോം പി ബി ദി നോം ഓഫ് ദ പാർട്ടീഷൻ നമ്മൾ ചൂസ് ചെയ്തു. ചൂസ് എ സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഓൺ ഈച്ച് സബ് ആർക്ക്. ഓരോ സബ് ആർക്ക് നമ്മുടെ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫിഗർ തന്നിട്ടുള്ള നമ്മളുടെ ഗ്രാഫ്, അത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതാണ് നമ്മളുടെ ഗ്രാഫ് ഇൻ പ്ലെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഓരോ സബ് ആർക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തു. ദെൻ ഓരോ സബ് ആർക്കിൻ്റെ ലെങ്ത് ആണ് ഡെൽറ്റ എക്സ് കെ ആയിരിക്കും, അതിൻ്റെ വൈ കോർഡിനേറ്റ് ഡെൽറ്റ വൈ കെ ആയിരിക്കും. ഓക്കെ, ഇവിടെ എക്സ് അല്ല, ഇവിടെ വൈ ആണ് വരിക, ഇവിടെ എക്സ് ആണ് വരിക. ഓക്കെ, അത് മാറിപ്പോയതാണ്. ഇവിടെ വൈയും ഇവിടെ എക്സ് ആയിട്ട് മാർക്ക് എക്സ് വൈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ കെ ആയിരിക്കും അതിൻ്റെ വെടുത്ത്, ഇവിടെ അതിൻ്റെ വെടുത്ത് ഡെൽറ്റ എക്സ് കെ ആയിരിക്കും. ദെൻ അങ്ങനെ ഓരോ സബ് ആർക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ നമ്മൾ ചൂസ് ചെയ്തു. Form the summation k equal to 1 to n g of x k star y k star delta x k. Summation k equal to 1 to n g of x k star y k star delta y k and summation k equal to 1 to n g of x k star y k star delta x k ആണ് മൂന്ന് സമ്മേഷൻ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന്, ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ ഡിഫൈൻഡ് ഓൺ ദ റീജിയൻ ഓഫ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ സ്മൂത്ത് കർവ്സ്. അപ്പോൾ പ്ലെയിൻ്റെ ഉള്ള അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രലാണ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ജി എന്ന് പറഞ്ഞ ഒരു 2 വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്, ഒരു കണ്ടെയ്നിങ് സ്മൂത്ത് കർവ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഒരു പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യുന്ന കർവ് ആണത്. ഫസ്റ്റ് വൺ, ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ജി അലോങ് ദ കർവ് സി ഫ്രം ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് is equal to എന്ത് വരാം, ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ ആണ് വരിക. ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ. ഇനി വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ ഇൻറ്റഗ്രൽ ഓവർ ജി അലോങ് ദി കർവ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു വൈ. ഒക്കെ ഇവിടെ എക്സ് ഉള്ളത് വൈ ആക്കി മാറ്റുക. വിത്ത് റെസ്പെക്ട് ടു വൈ എന്തായിട്ട് മാറും, ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻഡിങ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ വൈ കെ വരും. ഓക്കെ, ദെൻ നമുക്കതിൽ നെക്സ്റ്റ് വരുന്ന എന്താണ്,
the line integral of g along the curve c be with respect to y പറഞ്ഞു x പറഞ്ഞു then with respect to the arc length ഇവിടെ x മാറ്റിയിട്ട് എന്താക്കി മാറ്റുക ആർക്ക് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ എന്താ വരിക ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഓക്കെ ഇവിടെ എക്സിന് പകരം ആർക്ക് ലെങ്ത് ആക്കി മാറ്റുക ഡി എസ് ഇസ് ഈക്വൽ ടു നോം പീസ് ലിമിറ്റ് നോം പി ടെൻഡിങ് ടു സീറോ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ ആണ് വരും ഓക്കെ അപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ പ്ലെയിനിൽ ഈ രൂപത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് നമ്മൾ അതിനെ പാർട്ടീഷൻ ഓരോ ഇൻട്രോൽ ആക്കി മാറ്റിനോടെ ഓരോ സബ് ആർക്ക് ആക്കിയാണ് മാറ്റുക ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് കർവ് ഡിഫൈൻ പാരാമെട്രിക്കലി കർവിന് ഇപ്പോൾ പാരാമെട്രിക്കലാണ് നമ്മളുടെ കർവ് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലെ ലൈൻ ഇൻറ്റഗ്രൽ എന്ത് രൂപത്തിലായിരിക്കും ഉണ്ടാവാന്ന് നോക്കണ്ടേ The line integrals in the definition can be evaluated in two ways depending on whether the curve C is defined parametrically or by an explicit function. ഒന്നെങ്കിൽ കർവ് പാരാമെട്രിക്കൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ നമ്മൾ പാരാമെട്രിക്കലി കർവ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ ഏത് രൂപത്തിലായിരിക്കും ഇൻ എയ്തർ കേസ് ദ ബേസിസ് ഐഡിയ ഈസ് ടു കൺവേർട്ട് ദ ലൈൻ ഇൻറ്റഗ്രൽ ടു എ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇൻ എ സിംഗിൾ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ആദ്യം ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആക്കിയതിന് മാറ്റണം ഓക്കെ if C is a smooth curve parameterized by the curve x is equal to f of t, y equal to g of t, a less than or equal to t less than or equal to b ആണ് then we simply replace x and y in integrals by the definition f of t and g of t and the appropriate differentiation dx, dy or ds by f dash of t dt, g dash of t dt or root of f dash of t square plus g dash of t square dt. The expression ds is equal to root of f dash of t square plus g dash of t square dt is called the differential of arc length. The differential of arc length ആണ് okay. The integration is carried out with respect to the variable t in the usual manner, that is integral over c g of x y dx is equal to എന്ത് വരാം integral a to b g of f of t g of f of t g of t f dash of t dt വരും integral over c g of x y with respect to y ആകുമ്പോൾ dy equal to integral a to b g of f of t g of t g dash of t dt വരും ആർക്ക് ലെങ്ത് കറസ്പോണ്ടിങ് ആകുമ്പോൾ integral over c g of x y ds is equal to integral a to b g of f of t root of f dash of t square plus g dash of t square into dt വരും ഓക്കെ ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം evaluate the line integrals first one integral over c x y square dx and second one integral over c x y square dy integral over c x y square ds അപ്പോൾ with respect to x with respect to y and with respect to the arc length s ആയിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം on the quarter circle c defined by x is equal to 4 cos t y equal to 4 sin t 0 less than or equal to t less than or equal to pi by 2 നമുക്ക് ഇവിടെ ഒരു കർവ് തന്നിട്ടുള്ള എന്താണ് ഒരു ക്വാർട്ടർ സർക്കിൾ ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ പാരാമെട്രിക്കലാണ് തന്നിട്ടുള്ളത് ഓക്കെ ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 40 നമുക്ക് എന്ത് വരും ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും -4 sin t dt വരും ഹെൻസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് എന്തായിട്ട് മാറും എക്സിനും വൈക്കും പകരം നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു ടിയിലുള്ള അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദെൻ വി ഗെറ്റ് ഇന്റഗ്രൽ 0 to pi by 2 ടി വാരി ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള നമ്മൾ പറഞ്ഞല്ലേ ഒരു ക്വാർട്ടറിൽ അതിൻ്റെ വേരിയേഷൻ എന്താണ് 0 to pi by 2 ആണ് ദെൻ 0 to pi by 2 4 cos t 16 sin square t -4 sin t dt വരും ഇത് നമ്മൾ 4 16 -4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -256 വരും ബാക്കിയുള്ളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രൽ 0 to pi by 2 ഇവിടെ കോസ് ടി ഉണ്ട് ഇവിടെ സൈൻ സ്ക്വയർ ടി ഇവിടെ സൈൻ ടി ഉണ്ട് സൈൻ സ്ക്വയർ ടിയും സൈൻ ടിയും കൂടിയിട്ട് സൈൻ ക്യൂബ് ടി കോസ് ടി ആയിട്ട് മാറും ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്ന ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് നൗ പുട്ട് യു ഈക്വൽ ടു സൈൻ ടി നമ്മൾ കൊടുക്കുക യു സൈൻ ടി ആകുമ്പോൾ ഡി യു എന്തായിട്ട് മാറും കോസ് ടി ഡി ടി വരും ദെൻ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്തായിട്ട് മാറും സൈൻ 0 ആണ് 0 വരും ആൻഡ് വെൻ ടി ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ സൈൻ പൈ ബൈ 2 ആണ് 1 ആയിട്ട് മാറും സോ ടി 0യിൽ നിന്ന് പൈ ബൈ 2ലേക്ക് വാരി ചെയ്യുമ്പോൾ യു 0യിൽ നിന്ന് 1ലേക്ക് വാരി ചെയ്യും ദെൻ ദ ഇൻറ്റഗ്രൽ എന്തായിട്ട് മാറും ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് എന്തായിട്ട് മാറും -256 ഇൻറ്റഗ്രൽ 0 to 1 യു ക്യൂബ് ഡി യു വരും യു ക്യൂബിന് ഇൻറ്റഗ്രേഷൻ യു റേസ്റ്റ് 4/4 ദാറ്റ് ഈസ് -256 ഇൻറ്റു യു റേസ്റ്റ് 4/4 ഫ്രം 0 to 1 വരും വാല്യൂ കൊടുക്കുക ദെൻ വി ഗെറ്റ് -64 ഓക്കെ അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -64 എന്നും അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് ചെയ്യണം ഓക്കെ ഇവിടെ നെക്സ്റ്റ് നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ആണ് കണ്ടുപിടിക്കാനുള്ളത് ദാറ്റ് ഈസ് y equal to 4 sin t dy equal to 4 cos t dt then integral over c x y square dy ആക്കി മാറ്റുക ഓക്കെ dy then അത് എന്ത് വരും integral 0 to pi by 2 4 cos t 16 sin square t ഇവിടെ dy equal to 4 cos t dt ആണ് then നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 256 integral 0 to pi by 2 sin square t cos square t dt വരും that's equal to sin square t cos square t എന്നാൽ 1/4 sin square 2t ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക then that's equal to
നമുക്കറിയാവുന്നതാണ് സൈൻ സ്ക്വയർ 2t എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 4t ആണ്. ഓക്കെ, സൈൻ സ്ക്വയർ ടി പറഞ്ഞാൽ 1 മൈനസ് കോസ് 2t ആണ്. ദെൻ ഇവിടെ എന്ത് വരും, 1 മൈനസ് കോസ് 4t വരും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 വരും. ദാറ്റ് ഈസ് 32 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 1 മൈനസ് കോസ് 4t dt കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 32 ഇൻറ്റു ടി മൈനസ് 1/4 സൈൻ 4t ഇൻറ്റഗ്രൽ ഫ്രം 0 ടു പൈ ബൈ 2 കൊടുക്കുമ്പോൾ നമുക്ക് പൈ ബൈ 2 എടുക്കുമ്പോൾ ഇവിടെ പൈ ബൈ 2 വരും. സൈൻ 4 പൈ ബൈ 2 പറഞ്ഞാൽ എന്ത് വരും, 2 പൈ 0 ആയിട്ട് മാറും. ദെൻ നമ്മൾ 0 എടുക്കുക, സൈൻ 0 0 ആയിട്ട് പോകും. ദെൻ വി ഗെറ്റ് 16 പൈ ആണ് ആൻസർ വരിക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഡി എസിന് ആർക്ക് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ അതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. വി നോട്ട് ദാറ്റ് ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ ഡി ടി ആണ്. ഡി എക്സ് ആണ് എന്താണ് 4 കോസ് സ്ക്വയർ ടി പ്ലസ് ഡി വൈ സ്ക്വയർ പറഞ്ഞാൽ 4 സൈൻ സ്ക്വയർ ടി, അതിന് റൂട്ട് എടുക്കാം, ഡി ടി എടുക്കാം. ദാറ്റ് ഈസ് 4 കോസ് സ്ക്വയർ ടി പ്ലസ് 4 സൈൻ സ്ക്വയർ ടി. 4 സ്ക്വയറും നമുക്ക് പുറത്തെടുക്കാൻ, ദാറ്റ് ഈസ് 4 ആയിട്ട് മാറും. ദെൻ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആയിട്ട് മാറും. ദെൻ 4 ഡി ടി വരും നമുക്ക് ഡി എസ് എന്ന് പറഞ്ഞു. ദെൻ ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 4 കോസ് ടി 16 സൈൻ സ്ക്വയർ ടി 4 ഡി ടി. ദാറ്റ്സ് ഈക്വൽ ടു 256 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ സ്ക്വയർ ടി കോസ് ടി ഡി ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. പുട്ട് യു ഈക്വൽ ടു സൈൻ ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദെൻ ഡി എക്സ് എന്തായിട്ട് മാറും, കോസ് ടി ഡി ടി ആയിട്ട് മാറും. ദെൻ നമ്മൾ അതിൻ്റെ ലിമിറ്റ് നോക്കണം. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്ത് വരും, സൈൻ 0 പറഞ്ഞാൽ 0 വരും. ദെൻ ടി പൈ ബൈ 2 ആകുമ്പോൾ യു ഈക്വൽ ടു 1 വരും. ദെൻ നമ്മളുടെ ഇൻറ്റഗ്രേഷൻ എന്തായിട്ട് മാറും, ഇൻറ്റഗ്രേഷൻ ഈക്വൽ ടു integral over c x y square ds is equal to 256 in integral 0 to 1 u square du. That's equal to 256 u cube by 3 from 0 to 1. That's equal to 256 by 3 നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് പാരാമെട്രിക്കലി കർവ് തന്നാൽ ഇതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ. ഇപ്പോൾ ദ കർവ് ഡിഫൈൻഡ് ബൈ ആൻ എക്സ്പ്ലിസിറ്റ് ഫോം. കർവ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് കർവ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് ലൈൻ ഇൻറ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും. That is, if the curve C is defined by an explicit function, okay, y equal to f of x, an explicit formula function തന്നിട്ടുള്ളത്. Okay, where x varies in between a and b. We can use x as a parameter with dy equal to f dash of x dx and ds is equal to root of 1 plus f dash of x square dx. For the foregoing line integrals become in turns integral over c g of xy dx എന്തായിട്ട് മാറും, integral a to b g of x f of x dx ആയിട്ട് മാറും. integral over c g of xy dy എന്തായിട്ട് മാറും, integral a to b g of x f of x into f dash of x dx ആയിട്ട് മാറും. അപ്പോൾ ആർക്ക് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് integral over c g of xy dx എന്തായിട്ട് മാറും, integral a to b g of x f of x into root of 1 plus f dash of x square dx ആയിട്ട് മാറും. Okay, that is a line integral along a piecewise smooth curve c is defined as the sum of the integral over the various smooth curves whose union comprises c. ഇപ്പോൾ നമ്മൾ കേവ് പറഞ്ഞാൽ ഇപ്പോൾ പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ ഓരോ കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ എടുത്തിട്ട് സമ്മ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് സി ഈസ് കമ്പോസ്ഡ് ബൈ ഓഫ് സ്മൂത്ത് കേവ്സ് C1 ആൻഡ് C2. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്തായിട്ട് വരിക, ഇൻറ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ C2 ആണ് വരിക. ഓക്കെ, രണ്ടും കൂടി നമ്മൾ സെപ്പറേറ്റ് സമ്മ് ചെയ്യണമെന്നേ ഉള്ളൂ. ദെൻ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അഡിറ്റിവിറ്റി ഓഫ് ലൈൻ ഇൻറ്റഗ്രൽ. Line integrals have the useful property that if a curve C is made by joining the finite number of smooth curves C1, C2, etc. Cn n to n, then the integration over the function f over c is the sum of the integrals of over the curves that makes it up. Integral over c f ds is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കേവിന് കറസ്പോണ്ടിങ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് സമ്മ് ചെയ്താൽ മതി. That is integral over c f ds is equal to integral over c1 f ds plus integral over c2 f ds plus etc. plus integral over cn f ds ആയിരിക്കും. ഓക്കെ, then വെച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. Evaluate integral over c xy dx plus x square dy where c is the given by the curve y equal to x cube where -1 less than or equal to x less than or equal to. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ഫോമിലാണ്. നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദ കർവ് സി ഈസ് ഡിഫൈൻഡ് ബൈ ദ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. ഹെൻസ് വി ക്യാൻ യൂസ് എക്സ് ആസ് ദ പാരാമീറ്റർ യൂസിങ് ഡി വൈ ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് വരും. ദെൻ വി ഗെറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രൽ -1 to 2 എക്സ് വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എക്സ് ക്യൂബ് കൊടുക്കാൻ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ
dx കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -1 to 2 4 x raised to 4 dx ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. then we get x raised to 4 integration x raised to 5/5 അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/5 into 32 plus 1 that is 132/5 അതിൻ്റെ ആൻസർ വരും. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ഫോമിൽ ഫംഗ്ഷൻ എന്നാൽ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെയാണ് വരും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി. നമ്മളിങ്ങനെ ഇൻറ്റഗ്രേഷൻ ഇട്ടിട്ട് അവിടെ ഒരു റൗണ്ട് ചെയ്യുന്നതിന് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്നാണ് വിളിക്കുക. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ഓൺ ദി ക്ലോസ്ഡ് കർവ് സി ദാറ്റ് ഷോൺ ഇൻ ദി ഫിഗർ. നമുക്ക് ഫിഗറിൽ വന്നിട്ടുള്ള ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ കർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, C1 യൂണിയൻ C2 യൂണിയൻ C3 ഇതാണ് നമ്മളുടെ കർവ്. ഓക്കെ, then since C is piecewise smooth we express the line integral as the sum of integration symbolically we can write. നമുക്ക് ഇതിന്റെ ടോട്ടൽ ഇന്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇടാൻ കാരണം നമുക്ക് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഇന്റഗ്രേഷൻ പ്ലസ് ഇതുവരെയുള്ള ഇന്റഗ്രേഷൻ പ്ലസ് ഇത് മുതൽ ഇതുവരെയുള്ള ഇന്റഗ്രേഷൻ സം ചെയ്താൽ മതി അല്ലേ. നമ്മൾ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഇന്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര CN ആണ്. ദെൻ നമുക്ക് അത് വെച്ചിട്ട് ഇന്റഗ്രൽ ഓവർ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 കൊടുക്കാൻ പറ്റും. where C1, C2, C3 are the curve shown in the figure. C1 എന്നാൽ 0 to 20 എന്ന പോയിന്റ് വരെയാണ്. 20 മുതൽ 24 വരെയുള്ള curve ആണ് C2. 24 മുതൽ 0ക്ക് വീണ്ടും വരുന്നതാണ് C3 എന്ന curve. ഓൺ C1 എന്ന curve എന്താണ്? അത് x ആക്സിസ് ആണ്. x ആക്സിസ് എന്താണ്? y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓൺ C1 we use x as the parameter since y equal to 0 ആയതുകൊണ്ട് dy equal to എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. therefore integral over C1 y square dx plus മൈനസ് എക്സ് സ്ക്വയർ ഡി വൈയിൽ വൈ 0 കൊടുക്കുക, അതുപോലെ ഡി വൈ 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇത് മൊത്തത്തിൽ 0 പോകും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 2 0 ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ 0 ഡി വൈ എന്തായിട്ട് മാറും? 0 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കർവിന് റെസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 0 വരും. നെക്സ്റ്റ് ഓൺ C2 വി യൂസ് y ആസ് ദി പാരാമീറ്റർ. C2 എന്താണ്? y ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ദെൻ ഫ്രം എക്സ് is equal to 2 ആണ് അവിടെ വരിക. ദെൻ ഡി എക്സ് അവിടെ എന്തായിട്ട് മാറും? 0 വരും, കാരണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ദെൻ നമ്മുടെ ഇന്റഗ്രൽ ഓവർ C2 y സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ എന്തായിട്ട് മാറും? എക്സിന് പകരം 2 കൊടുക്കുക, ഡി എക്സിന് പകരം 0 കൊടുക്കുക. ഫസ്റ്റ് ടേം 0 പോകും. ദെൻ ബാക്കി എന്താ 4 ഡി വൈ ഉണ്ടായിരിക്കുള്ളൂ. ഇന്റഗ്രൽ 0 to 4 -4 ഡി വൈന് ഇൻറ്റഗ്രേഷൻ വരും. -4 y ഫ്രം 0 to 4 എടുക്കുമ്പോൾ -16 വരും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കർവ് C2 അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വാല്യൂ പറഞ്ഞാൽ -16 വരും. ദെൻ നെക്സ്റ്റ് C3 എന്ന് പറഞ്ഞ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് വി യൂസ് എക്സ് ആസ് ദി പാരാമീറ്റർ. ഓക്കെ, C3 എന്താണ്? എക്സ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് ചൂസ് ചെയ്തു. ഫ്രം y equal to x square dx നമുക്ക് എന്ത് വരും? 2x dx ആയിട്ട് കിട്ടും. ദെൻ ഇന്റഗ്രൽ ഓവർ C3 y സ്ക്വയർ dx മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ എന്തായിട്ട് മാറും? നമ്മൾ എക്സിന് പകരം വൈക്ക് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക, ഡി വൈക്ക് പകരം 2x dx കൊടുക്കുക. ദെൻ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഫ്രം 2 to 0 x raised to 4 dx മൈനസ് എക്സ് സ്ക്വയർ 2x dx വരും. ദാറ്റ് ഈസ് 2 ഇന്റഗ്രൽ 2 to 0 x raised to 4 minus 2 x cube dx വരും. ദാറ്റ് ഈസ് x raised to 5/5 മൈനസ് x raised to 4/2 ഫ്രം 2 0 that is 8/5 വരും. ദെൻ ഇന്റഗ്രൽ ഓവർ C y സ്ക്വയർ dx മൈനസ് എക്സ് സ്ക്വയർ dy എന്നാണ് എന്താണ്? ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. that is 0 minus 16 plus 8/5 that's equal to -72/5 വരും. ഓക്കെ, അപ്പോൾ അഡിറ്റിവിറ്റി ഇൻ ഇൻറ്റഗ്രേഷൻ എന്താണ്? ലൈൻ ഇൻറ്റഗ്രലിൽ ഇമ്പോർട്ടൻ്റ് ആണ്.